ഹായ് കൂട്ടുകാരെ, ഉള്ളിത്തണ്ടാണ് ഇത്. ഉള്ളിയുടെ ഇല എന്ന് തന്നെ പറയാം. ഇത് ഒരു തോരൻ വെക്കുന്ന രീതിയാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, അത് ഞാൻ പറയാം. ഇതാദ്യം നമുക്ക് ചെയ്യേണ്ടത്, ഇതിനെ രണ്ടായി മുറിച്ചിട്ട് മഞ്ഞപ്പൊടിയിട്ട വെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ട് വയ്ക്കുക. കീടനാശിനി പ്രയോഗമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ആദ്യം നമുക്കിത് മുറിച്ച് മഞ്ഞപ്പൊടിയിട്ട വെള്ളത്തിലേക്ക് ഇടാം. മഞ്ഞപ്പൊടി നല്ല നാടൻ മഞ്ഞപ്പൊടിയാണ്. അപ്പോൾ അത് ഒരു വിഷനാശിനി കൂടിയാണ്. നമുക്കതിലേക്ക് ഈ ഒരു ഉള്ളിത്തോലിനെ ഇട്ട് വയ്ക്കാം. നല്ല പോലെ കഴുകിയെടുക്കണം. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് നല്ല പോലെ കഴുകിയെടുക്കണം. ഉള്ളിത്തണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പൂവൊന്നും കളഞ്ഞിട്ടില്ല. അതിലെല്ലാം ധാരാളം പോഷക ഘടകങ്ങൾ ഉള്ളതുകൊണ്ട്. ഇതിന് വേണ്ട സാധനങ്ങൾ: വലിയ ഉള്ളി ഒരെണ്ണം ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് മതി, അധികം ഇതിൽ പിടിക്കില്ല. ഒരു അരമുറി നാളികേരവും ചെറുതാക്കി ചിരവിയെടുത്തിട്ടുണ്ട്. ചെറിയ മുറി നാളികേരമാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് വെച്ചെടുക്കുന്നത് എന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. മൺചട്ടിയിൽ തന്നെ ഇത് ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ പോഷക ഘടകങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടും. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 3 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്. ഇതൊന്ന് മൊരിഞ്ഞു വരട്ടെ. കൂടെ തന്നെ നമ്മൾ 2 പച്ചമുളക് നെടുകെ കീറിയിടണം. വട്ടത്തിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഈ ഉപ്പേരിയുടെ കൂടെ കടിക്കുമ്പോൾ കുട്ടികൾക്ക് എരിവ് ഉണ്ടാക്കും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇടണം. ഇനി ഇത് നല്ലപോലെ ഇളക്കി നമുക്കൊന്ന് വാട്ടിയെടുക്കണം. ഉള്ളിയുടെ തണ്ട് തണുപ്പാണ്. അതുകൊണ്ട് തന്നെ പൈൽസ് രോഗികൾക്ക് വളരെ നല്ലതാണ്. കൂടാതെ ക്യാൻസറിനെ തടയാനുള്ള ഘടകങ്ങളെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള അസുഖങ്ങളെയൊക്കെ തടയാൻ ഇതിന് കഴിവുണ്ടെന്ന് പ്രഗത്ഭർ പറയുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഉള്ളിത്തോല് കഴിക്കുന്നത് കൊണ്ട് ധാരാളം പൊട്ടാസ്യം ഇതിലടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിന്നിന് വളരെ നല്ലതാണെന്ന് പറയുന്നു. ഉള്ളിക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അതിനേക്കാൾ കൂടുതൽ ഗുണങ്ങൾ ഇതിൻ്റെ തണ്ടിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഒരുവിധമൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിത്തണ്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനമായിട്ട് വരുന്നത് രക്തസമ്മർദ്ദം ഉള്ള ആളുകൾക്കാണ്, കൂടുതലുള്ള ആളുകൾക്കാണ്. തീ ഇപ്പം ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ലെവലിലാണ് തീ. ഇത് നല്ലപോലെ ഇളക്കി. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത്. ഇത് കഴുകി വാരിയ വെള്ളം തന്നെ മതിയാകും വേവാൻ. ഇനി പാകത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി, അല്ലാതെ ഇതിൽ ഉപ്പ് പിടിക്കില്ല. ഉപ്പ് കയറി കഴിഞ്ഞാൽ ഇതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇതൊന്ന് വേവട്ടെ. ഇത് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച വെള്ളത്തിൽ നല്ലപോലെ കഴുകിയെടുത്ത സംഭവമാണ്. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അടച്ച് വയ്ക്കാൻ പോവാണ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. തീ നല്ലപോലെ കുറച്ച് കൊടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുകയാണ്. നല്ലപോലെ വെന്തിട്ടുണ്ട് സംഭവം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നല്ലൊരു കളറായും വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും കുറഞ്ഞ തീയിൽ 5 മിനിറ്റ് അടച്ചു വെക്കണം. ഈ നാളികേരം ഒന്ന് വെന്ത് ഇതിനോട് യോജിക്കാൻ വേണ്ടിയാണ്. കുറഞ്ഞ തീയിൽ 5 മിനിറ്റ് ഇത് വെന്തിട്ടുണ്ട്. ആഹാ, നല്ലൊരു മണമാണ് വരുന്നത്. ഇത് കരിയാതെ നോക്കണം. വളരെ കുറഞ്ഞ തീയിലേ ഈ നാളികേരം വേവാനിടാൻ പാടുള്ളൂ. കരിഞ്ഞൊന്നും പിടിച്ചില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
നല്ല ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട് നമ്മുടെ തോരൻ, ഉള്ളിത്തണ്ട് തോരൻ. ഇത് കഴിക്കുന്നത് BP കുറയാൻ വളരെ നല്ലതാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. കുട്ടികളൊന്നും ഇത് കഴിക്കുന്ന എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ചോറിനൊപ്പം നിർബന്ധിച്ച് അവരെയും കൂടി ഇത് കഴിക്കാൻ പ്രേരിപ്പിക്കണം. ഒരുപാട് പോഷക ഘടകങ്ങളുള്ളത് കൊണ്ട് തന്നെ അവരുടെ വളർച്ചയ്ക്കൊക്കെ ഇത് നല്ലതാണ്. കൂടാതെ നമ്മുടെ ദഹനത്തിനും നമ്മുടെ വയറിനൊക്കെ വളരെ നല്ലതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ.